രഹസ്യമിതു നാരദ ഓതി തന്നെ നിന്നോടിന്നു സത്യം സത്യമിതെത്രയും സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവീ നമ. ശ്രീമദ് ദേവി ഭാഗവതം 12-ാം സ്കന്ധം ഗായത്രീ സഹസ്രനാമ സ്തോത്രം എന്ന 6-ാം അധ്യായം സമാപ്തം. സർവത്ര ദേവീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവി നമ. ഗായത്രി സഹസ്രനാമം ഈ ദേവിയുടെ എല്ലാ ഭാവങ്ങളിലും വെച്ച് ഗായത്രി ദേവി ഒരിക്കൽ കൂടി പറയുന്നു, ഗായന്തം ത്രായതേ ഇതി ഗായത്രി. 3 വേദങ്ങളിലും ഒരേപോലെ സ്മരിക്കപ്പെടുന്ന മന്ത്രമാണ് ഗായത്രി മന്ത്രം. അതുകൊണ്ട് തന്നെ അതായത് ഋഗ്വേദ കാലത്ത്, സത്യയുഗത്തില്, ത്രേതായുഗത്തില്, ദ്വാപരയുഗത്തില്, ഇപ്പൊ കലിയുഗത്തിലും ഒരേപോലെ ശ്രേഷ്ഠതരമായ മന്ത്രമായിട്ട് ഗായത്രിയെ വാഴ്ത്തുന്നു. ഗായത്രി ഉപാസന ചെയ്യാൻ പാകത്തിന് നമുക്ക് ജന്മത്തെ ശ്രേഷ്ഠമാക്കുക. അതിന് ചിട്ടകളുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. അങ്ങനെ ചെയ്യുക എന്ന് പറയണത് മഹാഭാഗ്യമാണ്. അതുകൊണ്ടാണ് സാധാരണമല്ലാത്ത ഗായത്രി സഹസ്രനാമം ഇത്തരം യജ്ഞങ്ങളിൽ മാത്രം ഉപയോഗിക്കുന്നത്. മറ്റ് സഹസ്രനാമങ്ങളെ പോലെ എല്ലായിടത്തും ഗായത്രി സഹസ്രനാമം ചൊല്ലാറില്ല. അതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്കൊരു പ്രതിവിധി എന്താണ്? ഇപ്പൊ ഗായത്രി സഹസ്രനാമം ചൊല്ലാൻ വയ്യാത്ത അല്ലെങ്കിൽ സാധിക്കാത്ത അങ്ങനെയുള്ളവർക്ക് ഒരു പ്രതിവിധി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കിയിടത്തോളം ഹരിനാമ കീർത്തനം തത്തുല്യാണ്. ഹരിനാമ കീർത്തനം തത്തുല്യ, ഗായത്രി സഹസ്രനാമത്തിന് തുല്യമായിട്ട് ഹരിനാമ കീർത്തനത്തെ കാണാം. അതിൻ്റെ അംശമാണെന്ന് കണക്കാക്കണം. കാരണം എന്താണ്? ഗായത്രി സഹസ്രനാമത്തില് അക്ഷരവിന്യാസങ്ങളിലാണ് നമ്മുടെ അക്ഷരങ്ങളെ ആണ്, ഒരേ അക്ഷരങ്ങളെ വെച്ചിട്ടാണ് എന്ത് സഹസ്രനാമം നിർമ്മിച്ചിരിക്കുന്നത്. അതുപോലെ ആ അക്ഷരവിന്യാസത്തിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു കീർത്തനെന്നോ അല്ലെങ്കിൽ മന്ത്രം, ഒരുപാട് മഹാമന്ത്രങ്ങളെ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള ഒന്നാണ് ഹരിനാമ കീർത്തനം. അപ്പോൾ അത് ഹരിനാമ കീർത്തനത്തിന് ഒരു ഭേദമില്ല, എല്ലാവർക്കും ഒരേപോലെ. ആചാര്യൻ തന്നെ ഹരിനാമ കീർത്തനത്തിൽ എന്താ പറയണത്? ഇപ്പൊ നാളെ വിദ്യാരംഭമാണ്. നിങ്ങൾക്ക് കഴിഞ്ഞാൽ, എഴുതി തുടങ്ങി കഴിഞ്ഞാൽ, പുസ്തകം പൂജയ്ക്ക് വെച്ചതൊക്കെ എടുത്തിട്ട് നമ്മൾ ആദ്യം എഴുതുമ്പോ അല്ലെങ്കിൽ ചൊല്ലേണ്ടെന്നത് ഞാൻ പറയും ഹരിനാമ കീർത്തനാണെന്ന്, അല്ലേ? അത് ഹരിനാമ കീർത്തനത്തിൽ ഹരിനാമ കീർത്തനം എല്ലാവരും ഒരുമിച്ചിരുന്ന് ജപിക്കുക. എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നിട്ട് ഇതേപോലെ ഇപ്പൊ ഗായത്രി ജപിച്ചപ്പോ എന്തൊരു വൈബാണെന്നറിയോ? അതല്ലേ ഇപ്പോഴത്തെ പറയാ, വൈബ് എന്നല്ലേ വാക്ക്, അല്ലേ? ഒരു നല്ല ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കത് കിട്ടുക, ആ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഫീലിംഗ് കിട്ടും. അത് നിങ്ങളൊക്കെ ചൊല്ലുമ്പോൾ ശ്രദ്ധാപൂർവം കേൾക്കുമ്പോൾ ആ വൈബ് നമുക്ക് ഉണ്ടാവുന്നതാ. ആ ഒരു വൈബ് ഉണ്ടാവും. ഈ അക്ഷരത്തിൽ നിന്നാണ് ഊർജം ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഹരിനാമ കീർത്തനം ജപിക്കുന്നതിന് ഒരു നിഷ്ഠയില്ല. എന്താ പറഞ്ഞിരിക്കണത്? ഋതുവായ പെണ്ണിനും ഇരപ്പന്നു ദാഹകനും പതിതന്നും അഗ്നി യജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളുമാർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമഃ എന്നാണ്. ഇനിയിപ്പോ നമ്മൾ മോശം എന്ന് കരുതുന്ന ആൾക്കാർ പശുദ്ധി എന്നൊക്കെ പറഞ്ഞില്ലേ, അങ്ങനെയൊക്കെ പറയുന്നവരിന്ന് തൊട്ടിങ്ങട് അങ്ങനെയാണല്ലോ. ഋതുവായ പെണ്ണിനും ഇരപ്പന്നും, എരന്ന് തിന്നുന്നവൻ എന്നർത്ഥം. ദാഹകൻ, ദഹിപ്പിക്കുന്നവൻ. അഗ്നി അജനം ചെയ്ത ഭൂസുരൻ, ഉപനയനം കഴിച്ച വിപ്രൻ നൃത്തം. ഇനി ചണ്ടാളൻ, അങ്ങനെയൊക്കെ പറയണ എല്ലാരും. ഋതുവായ പെണ്ണിനും ഇരപ്പന്നു ദാഹകനും പതിതന്നും അഗ്നി അജനം ചെയ്ത ഭൂസുരനും ഹരിനാമ കീർത്തനം ഇതൊരു നാളുമാർക്കും ഉടൻ അരുതാത്തതല്ല ഹരിനാരായണായ നമഃ എന്നാണ്. അപ്പൊ ഇനി ഇതിങ്ങനെ എന്നും ചൊല്ലാൻ വയ്യ, സാധിക്കണില്ല, സമയമില്ല, അങ്ങനെയൊക്കെ കരുതുന്നവർക്ക് എന്ത് ചെയ്യാം? ഹരിനാമ കീർത്തനത്തെ കീർത്തിക്കുക. അതും ഇതിന് തത്തുല്യമാണ്. അല്ലെങ്കിൽ ഗായത്രി ദേവിയുടെ ഗായത്രി സഹസ്രനാമത്തിന്റെ അംശഭൂതയാണ് എന്ന് കരുതുക. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമ. ഇനിയുള്ള അധ്യായങ്ങള് ഉച്ചയ്ക്ക് ശേഷമാണ് പാരായണം ചെയ്യുക. ഇപ്പൊ നമ്മള് കുമാരി പൂജയ്ക്ക് തയ്യാറാവുകയാണ്. അതിൻ്റെ ഒരു മഹാത്മ്യം നമ്മൾ ഇന്നലെയും മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരിക്കൽ കൂടി പറയുന്നു. എന്താണ്? സ്ത്രീയാണ് പൂജിക്കപ്പെടേണ്ടവൾ, പൂജനീയ.
മറ്റത് വേണ്ടെന്നല്ല. പക്ഷെ പരമമായിട്ട് ആരാണ് പൂജിക്കപ്പെടേണ്ടവള്? സ്ത്രീയാണ്. അത് കുമാരിയായിരിക്കുമ്പോ തന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുമാരി പൂജ ചെയ്യണം. ദേവിയായി കണ്ടുകൊണ്ട് നമ്മുടെ പെൺമക്കളെല്ലാം, അല്ലെങ്കിൽ നമ്മളിലെ സ്ത്രീകളെല്ലാം തന്നെ ദേവികളാണ്, ശക്തിസ്വരൂപകളാണ് എന്ന് അവർക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് നമ്മൾ ചെയ്യണത്? പ്രത്യക്ഷത്തില് കുമാരിയായി സങ്കല്പിച്ച് ഭഗവതിയായി സങ്കല്പിച്ചിട്ട് പൂജ ചെയ്യണം. ഞാൻ പറഞ്ഞില്ലേ, തിരണ്ട് കല്യാണത്തിനും വിവാഹത്തിനും ഒക്കെ സ്ത്രീയൊക്കെ എന്തായിട്ടാ? ഭഗവതിയായിട്ടാണ് പൂജിക്കണത്. എവിടെയാണോ സ്ത്രീ പൂജിക്കപ്പെടുന്നത് അവിടെ എല്ലാ ദേവീ ദേവഗണങ്ങളും സംപൂജ്യരായി പ്രസന്നരായിട്ട് അനുഗ്രഹിക്കുന്ന വേദം പറയണം. മനുസ്മൃതി പറയണതാണ്, എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെയാണ് ശ്രീ വസിക്കുള്ളൂ, ശ്രീ ഐശ്വര്യം ഉണ്ടാവുള്ളൂ എന്നർത്ഥം. അപ്പോ അത് നമ്മൾ എവിടുന്ന് തുടങ്ങണം? അത് സംസ്കാരമാണ്. നമ്മൾ ഭവനങ്ങളിൽ നിന്ന് തുടങ്ങണം, കുടുംബങ്ങളിൽ നിന്ന് തുടങ്ങണം. വീട്ടിലുള്ള സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. നമ്മൾ കാണിച്ചു കൊടുക്കണം, മാതൃകയാവണം. പറഞ്ഞു കൊടുക്കല്ല, പകർന്നു കൊടുക്കണം. എങ്ങനെ വേണം? ഇപ്പൊ നമുക്കൊക്കെ എന്തൊക്കെ ചെയ്യാം? അച്ഛനും അമ്മയുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തു പോകുമ്പോൾ, പഠിക്കാൻ പോകുമ്പോഴാവട്ടെ, ജോലിക്ക് പോകുമ്പോഴാവട്ടെ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് ഗൃഹത്തിന് പുറത്തു പോകുമ്പോൾ അവരുടെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം വാങ്ങി പോവുക. അങ്ങനെ ഉണ്ടാവുമ്പോൾ എന്തുണ്ടാവും? അവര് പൂജനീയരാണ് എന്നുള്ള ധാരണ ചെറുപ്പം മുതലേ ഇത് കാണുന്ന കുട്ടികളിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവുമ്പോ എന്തുണ്ടാവില്ല? വൃദ്ധസദനങ്ങൾ ഉണ്ടാവില്ല. അല്ലാത്തിടത്താണ് ഒരു പ്രായം വരുമ്പോ അച്ഛനമ്മമാരും വൃദ്ധരൊക്കെ ശല്യമായി തീരുന്നത്. അതെന്തുകൊണ്ടാ? അതിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്ത. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവര് കണ്ടിട്ടില്ല. കാരണം എന്താ? നമ്മളൊക്കെയും വയ്യാണ്ട് കിടക്കണവരെയും വയ്യാത്തവരെയും പ്രായമായവരനൊക്കെ അത് ചെയ്തു, ഇതിങ്ങനെയാണ്, അവിടെ പോയി കുറ്റം പറഞ്ഞു, മിണ്ടാണ്ടിരിക്കലില്ല, വൃത്തിയിൽ നടക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറ്റം പറയണത് കേട്ടിട്ടില്ലേ? കുട്ടികൾ വളരുക. അങ്ങനെ വളരുന്ന കുട്ടികൾക്ക് എങ്ങനെ മുതിർന്നവരെ ബഹുമാനിക്കാനുള്ള മനസ്സുണ്ടാവും? നമ്മളെ കാണിച്ചു കൊടുക്കണം. നമ്മൾ കാണിച്ചു കൊടുത്തിട്ട് വേണം ആ സംസ്കാരം. ഇത് എന്താ? ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യണ പോലെയാ. ഇത് നമ്മൾ ഇപ്പൊ പഠിപ്പിച്ച പലിശയും പലിശയുടെ പലിശയും കൂട്ടുപലിശയും കൂട്ടിയിട്ട് വയസ്സാവുമ്പോൾ നമുക്ക് കിട്ടും. ഇപ്പൊ നമ്മൾ തിരിച്ചാണ് ചെയ്യുന്നതെങ്കിലോ അതേപോലെ തന്നെ ഫൈനും, ഫൈനിന്റെ ഫൈനും അതിന്റെ ഫൈനും കൂടിയിട്ട് നമുക്ക് കിട്ടും. ഓർക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ട് സ്ത്രീകളെ പൂജിക്കാൻ പഠിപ്പിക്കണം. ഞാൻ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ് സാധാരണ, ഇന്നലെ പറഞ്ഞതുമാണ്. എന്നാലും ഇന്ന് കുറെ പുതിയ ആൾക്കാരുള്ള കാരണം ഒരിക്കൽ കൂടി പറയാ. എന്താണ് പാശ്ചാത്യ സംസ്കാരവും നമ്മുടെ സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം? ചെറിയൊരു വ്യത്യാസമുള്ളതെന്നാണ് പറയാ ആചാര്യന്മാര്. പാശ്ചാത്യരെ സംബന്ധിച്ചിടത്തോളം അമ്മയൊഴിച്ചുള്ളവരൊക്കെ ഭാര്യയാവാം. എന്താണ്? അമ്മയൊഴിച്ചുള്ളവരൊക്കെ ഭാര്യയാവാം. അതുകൊണ്ടാണ് രണ്ടാമത്തെ ഭാര്യയും മൂന്നാമത്തെ ഭാര്യയും നാലാമത്തെ ഭാര്യയും ഇതൊക്കെ 2 കൺട്രീസിൽ ചോദിക്കണില്ലേ, ഹൗ മെനി ഡാഡീസ് ഓർ മമ്മീസ് എന്ന് ദിലീപ് എന്താ ചോദിക്കാൻ കാരണം? അവിടെ അതൊരു പ്രശ്നേ അല്ല. ചായയിൽ മധുരം കൂടി എന്ന് പറഞ്ഞാൽ ഡിവോഴ്സാണ് പരിപാടി. അതാ അവിടുത്തെ വലിയ ജോലി. എന്താ? ഡിവോഴ്സ് വാങ്ങി കൊടുക്കലൊക്കെ. നമ്മൾ നേരെ തിരിച്ചാണ്. എന്താ കരുതണത്? ഭാര്യയല്ലാത്തവരൊക്കെ അമ്മമാരാ. അത് ഏറ്റവും ചെറിയ കുഞ്ഞാണെങ്കിലും അതെ, ഏറ്റവും വയസ്സായ അമ്മയാണെങ്കിലും അതെ. എന്താണ്? അവരൊക്കെ അമ്മമാരാണ്. ഏറ്റവും ചെറിയ കുട്ടീനെയും അമ്മയെന്നാ വിളിക്കുക, അല്ലേ? ഏറ്റവും ചെറിയ കുട്ടീനെയും അമ്മയെന്ന് വിളിക്കും, ദേവിന്ന് വിളിക്കും. അപ്പോ ശക്തിസ്വരൂപിണിയായ ആ ദേവിയെ കുമാരി ഭാവത്തില് ചെറിയ കുട്ടികളെ അവർക്ക് അപ്പം മുതലേ ഞാൻ ശക്തിയാണെന്നുള്ള തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഞാൻ ഈ പരാശക്തിയുടെ സ്വരൂപമാണെന്നുള്ള തിരിച്ചറിവുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ കുമാരി പൂജ നമ്മൾ ചെയ്യണത്. അത് ഇവിടെ ആൾക്കാരെ കാണിക്കുമ്പോൾ മാത്രമുള്ള പൂജയല്ല, എവിടെയും വേണ്ടുന്ന പൂജയാണ്. പെൺകുട്ടികൾക്ക് പ്രത്യേകം ശ്രദ്ധ വേണം. അവരെ പ്രത്യേകം കരുതലോടെ വളർത്തണം. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നാണ് പണ്ട് പറയുക. കണ്ണിന്റെ കൃഷ്ണമണി പോലെ അങ്ങനെ വേണം, അങ്ങനെ വളർത്തണം. അവർക്ക് അവരുടെ ശക്തിയെക്കുറിച്ച്, അതായത് പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കാനും, ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കാനും, ദയ കാണിക്കേണ്ടിടത്ത് ദയ കാണിക്കാനും, വാത്സല്യവും കരുണയും ഇതൊക്കെ ആരില്ല? അങ്ങനെ നിർലോഭമുള്ളത് ആരില്ല? പുരുഷനിലാണോ? ഒരിക്കലുമല്ല. സ്ത്രീയോളം വാത്സല്യമുള്ളത്, സ്ത്രീയോളം കരുണയുള്ളത്, ഇല്ലേ? സ്ത്രീയോളം ദയയുള്ളത് ആർക്കാ?
ഒരു ഉണ്ണീനെ കണ്ട ആ മനസ്സിൽ വാത്സല്യം നിറയ പുരുഷനേക്കാൾ അധികം സ്ത്രീക്ക, ഉറപ്പാണ്. ഇപ്പോഴാണ് കുറച്ച് ഭേദമൊക്കെ വന്നിക്കണത്. ഇപ്പൊ പെൺകുട്ടികൾക്കൊന്നും കുട്ടികളെ കാണുമ്പോൾ അങ്ങനെ തോന്നില്ല. മറ്റേതൊരു ഒരു ചെറിയ കുട്ടീനെ കണ്ട പെൺകുട്ടികൾ അവിടുന്ന് മാറില്ല. ഒരു 10, 13, 14 വയസ്സുള്ള കുട്ടികളൊക്കെ ഒന്നെടുക്കട്ടെ എന്ന് ചോദിച്ചിട്ട് നടക്കും. കാരണം എന്താ? ആ മാതൃവാത്സല്യം അവരിൽ ജന്മാന്തരമായിട്ടുള്ള കാരണം. അങ്ങനെയാ. ഞാൻ പറയും, ചെറുപ്പത്തിലൊക്കെ എന്നെ തല്ലാൻ വേണ്ടിയിട്ട് അമ്മ വടിയെടുക്കാൻ പോണ് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാരെ ആംബുലൻസ് വിളിക്കാൻ പോകും. കാരണം അതിനെപ്പം തല്ലി കൊല്ലുട്ടാന്നാ തോന്നുക. എന്നിട്ട് എന്ത് ചെയ്യും? ഒരു ഓലക്കൊടി എടുത്തിട്ട് അതിൻ്റെ ഈർക്കിളി ഊരി കളയും. എന്നിട്ട് ആ ഓലോണ്ടാണ് അടിക്കല്. നമ്മളിങ്ങനെ കയ്യും കെട്ടിയിട്ട് ചിരിക്കും. അതാണ് സ്ത്രീയുടെ മനസ്സ്, അതാണ് അമ്മയുടെ മനസ്സ്. ആ അമ്മയായി കണ്ടുകൊണ്ട് ഈ സ്ത്രീകളെ മുഴുവൻ പൂജിക്കാൻ കഴിയുമ്പോൾ ഈ നാട് എന്തായിത്തീരും? ദേവന്മാരുടെ നാടാവും, സ്വർലോകമാകും, മുക്തിപ്രദമാവും, സർവ്വ ഐശ്വര്യങ്ങളും നിറയുന്നതാവും. നിങ്ങളെല്ലാ അമ്മമാർക്കും അവരവരുടെ ശക്തിയെ തിരിച്ചറിയാൻ ഒരു കുമാരി പൂജയ്ക്ക് നമുക്ക് തയ്യാറാവുക. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ നമ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവീ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നിത്യസത്യമായ ദേവി നിർമ്മലേ നമസ്തുതേ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. വിണ്ണിൽ നിന്നു മണ്ണിതിൽ പിറന്ന പുണ്യ തേജസ്സേ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. മണ്ണിലുള്ളൊരമ്പലങ്ങളിൽ പ്രസിദ്ധമായതാം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഭക്തി സാന്ദ്രമായ ഹൃത്തിനേകി ശക്തിയമ്പനി. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. സർവമുക്തിദായികേ സുവർണ പത്മസുസ്ഥിതേ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ധവളമായ പട്ടുടുത്തു സുപ്രഭാതവേളയിൽ. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ഉച്ചനേരം രക്തവസനധാരിണിയാം കാളിയായി. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. നീലയാട ചുറ്റി ചാരു സന്ധ്യയിൽ ശ്രീദുർഗയായി. ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ, ദേവി നാരായണ,
ദേവിയായി കാളിയായി ദുർഗയായി നിത്യവും ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഭൂതബാധയൊക്കെ നീക്കി കീഴ്ക്കാവിൽ അമ്മയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സമസ്ത ലോകകാരിണി സർവരോഗനാശിനി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ബ്രഹ്മദേവമാനസത്തിൽ ജന്മമാർന്ന ശ്രീധരി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശങ്കരന്റെ പാതിമേനിയായ പാർവതി ശിവേ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശേഷശായിയായ വിഷ്ണുവിന്റെ വാമഭാഗമായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സകല ലോക ജീവികൾക്കും അമ്മയായി ഉണ്മയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ആദിമൂല ഭഗവതിയായി ആദിപരാശക്തിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. മഥിത ഹൃദയ കഠിന ദുരിതമഖിലമുടനകറ്റുവാൻ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. കഥനഭരിത കലിയുഗത്തിൽ അമ്മയാണ് സാന്ത്വനം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ലളിത സുഭഗവദന കമലം മനസ്സിലെന്നുമുണരുവാൻ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സുകൃത മധുര കുസുമ നികരം ഹൃദയവനി നിറയ്ക്കുവാൻ ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. വിമല കമല ചരണയുഗളം കഥനമുയരുകിൽ ശരണം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സനക ശുനക നാരദാദികൾ നമിക്കുമീശ്വരി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ
നീലമല്ലിത്തറയിൽ പണ്ടു കണ്ടു മൂലപ്രകൃതിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ശിവകരനാം നാരായണ സമേത പരാശക്തിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ബ്രഹ്മവിഷ്ണു ശംഭു ശാസ്താ മുരുകൻ ഗണനാഥനൊത്ത് ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. സ്വാമി വില്വമംഗലം പ്രതിഷ്ഠ ചെയ്ത കാളിയായി ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഉഗ്രഭദ്ര കീഴ്ക്കാവിൽ വിളങ്ങും അമ്മ വിഗ്രഹം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ആണിരോമ സന്നിഭം പാലകാൺമതത്ഭുതം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ധ്യാനധന്യരായ ഭക്തരെന്നുമെത്തും അമ്പലം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. കുംഭമാസം രോഹിണി നാൾ കൊടി കയറും അമ്പലം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ഉത്സവനാളൊമ്പതിലും ആറാട്ടുള്ളോരമ്പലം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പുത്രം നാളിലുത്സവത്തിനു കൊടിയിറങ്ങും അമ്പലം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ആയിരങ്ങൾ മകം തൊഴലിനു വന്നു ചേരുമമ്പലം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ദേവി സർവവിഭൂഷിതയായി ദർശനമേകുമമ്പലം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അർക്കനുണരും മുമ്പുണർന്നു ദേഹശുദ്ധി ചെയ്യണം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ നമസ്തുതേ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. നിത്യശുദ്ധ ദേവി തൻ നിർമാല്യം തൊഴാനെത്തണം ചോറ്റാനിക്കരയിൽ വാഴും അംബികേ.
നമ്മൾ എന്തെങ്കിലും പറയുന്നതിനൊക്കെ ദേഷ്യപ്പെട്ട് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലതൊക്കെ ഞാൻ പറയുക, എന്നാലും നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. നമ്മളെ അപമാനിച്ച പോലെ തോന്നും. അങ്ങനെ അവർക്ക് തോന്നരുത്. അത് ആ സാഹചര്യത്തിനനുസരിച്ച് നല്ലതായിട്ട് പറഞ്ഞു കൊടുക്കാനുള്ള ക്ഷമ നമുക്കുണ്ടാവണം. അപ്പോൾ അവർ ഈശ്വരിയാവും. അതുപോലെ അവരുടെ വില, അവർക്ക് വിലയുണ്ടെന്ന്, ആണായാലും പെണ്ണായാലും അവർക്ക് വിലയുണ്ടെന്ന് അവർക്ക് തോന്നണം. വിലയില്ലാതെ ആവുമ്പോഴാണ് എന്ത്, മറ്റുള്ളിടത്തേക്കൊക്കെ വില ഉണ്ട് എന്ന് തോന്നുന്നിടത്തേക്ക് പോണത്. അതിന് അവസരം ഉണ്ടാക്കരുത്. അവരെ വില മതിക്കണം. കാരണം ഈ ലോകത്ത് നമ്മുടെ സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വീട്, കാറ്, പണം, അതൊന്നും അല്ല ഉദ്ദേശിക്കണത്. പരമ്പരകളായിട്ട് നമ്മൾക്ക് പുണ്യം കിട്ടാനുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ട്, ഈ ആള് പുണ്യം ചെയ്യുമ്പോഴാണ് നമ്മൾ മരിച്ചു പോയോടത്ത് നമുക്ക് പുണ്യം ഉണ്ടാവുക എന്ന് മനസ്സിലാക്കിയിട്ട് വേണം അവരോട് ഇടപെടാൻ. അവരെന്താണ് ഇപ്പോൾ കുമാരി എന്ന് പറഞ്ഞാൽ, മക്കൾ ഒരാളിനോട് ചോദിക്കേണ്ടായി, മാഷേ കുമാരപൂജ ഇല്ലേന്ന്. ഇതൊക്കെ ഇങ്ങോട്ട് കണ്ടപ്പോഴേ മിഠായി കിട്ടുക, മാല ചാർത്തുക, പൂജ ചെയ്യുക, ആരതി ഉരിയൊക്കെ കണ്ടപ്പോൾ അയ്യോ ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ് ചോദിക്കുന്നത്. സത്യമാണ് കേട്ടോ. നിങ്ങളാണ് ശക്തി, സ്ത്രീകളാണ് ശക്തി. ആ ബോധ്യം കുടുംബത്തിലും നാട്ടിലും രാഷ്ട്രത്തിലും ഒക്കെ ഉണ്ടാവണം. സ്ത്രീ ആയിട്ടുള്ള എന്തുണ്ടെങ്കിലും അതിനെ മാനിക്കണം. എന്നർത്ഥം. സ്ത്രീ ആയിട്ട് അതിപ്പോൾ എന്താവാം, പക്ഷിമൃഗാദികളിലാവാം. പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നത്. ഞാൻ പറയും ഇല്ലേ, പൂവൻകോഴീനെ മാത്രമേ കറി വയ്ക്കുള്ളൂ, കിടക്കോഴീനെ വെച്ചിരുന്നത് എന്താ കാര്യം? അത് സ്ത്രീത്വം ഉള്ളതായതുകൊണ്ടാ. പശുവിനെ ഇറക്കാൻ പാടില്ല, അറിയാലോ അല്ലേ? അങ്ങനെ സ്ത്രീ ആയിട്ട് സ്ത്രീലിംഗത്തിൽ പറയുന്ന ഒന്നിനെ അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല അറിയുന്നതിന്. അതെന്താ കാരണം? അങ്ങനെ മാനിച്ചിരുന്നു. സ്ത്രീ ശക്തിയാണെന്ന് ബോധ്യമുള്ള സംസ്കാരമാണ് നമ്മുടെ. സ്ത്രീ പ്രകൃതിയാണെന്ന്, സ്ത്രീ ശക്തിയാണെന്ന്, അല്ലേ? സ്വധാ സ്വാഹ ഒക്കെ എല്ലാ മന്ത്രങ്ങളൊക്കെ എന്താണ്? സ്ത്രീയാണ്. കാരണം എന്താ? അതുകൊണ്ടാണ് മന്ത്രങ്ങൾക്ക് ശക്തി ഉള്ളത് കൊണ്ടാ. ശക്തി ആരാ? സ്ത്രീയാണ്. അപ്പൊ അതുകൊണ്ട് എന്തുണ്ട്, അത് നമ്മൾ തിരിച്ചറിയണം. അതിന് വേണ്ടിയിട്ടാണ് ആ മക്കളെ ഇവിടെ മാത്രമല്ല എവിടെയും എന്തെങ്കിലുമൊക്കെ വഴി തെറ്റുണ്ട് തോന്നുമ്പോൾ ഈ ഫോട്ടോ ഒക്കെ എടുത്തൊന്ന് കാണിച്ചു കൊടുക്കുക ഇടയ്ക്ക്. കുമാരിയാണ്, ദേവിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടേ, അപ്പോൾ മനസ്സിലാവും അവനവന് വില ഉണ്ടെന്ന്. ആ വില ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടുന്ന് എന്ത് ചെയ്യും, ഇവിടെ വീണ്ടും ഒന്നുകൂടി തീർത്ഥം തെളിച്ച് അവരെ ഹാരമണിയിച്ച് അവർക്ക് പൂജ ചെയ്യും. കഴിഞ്ഞ തവണത്തെ പോലെ എല്ലാവർക്കും ഇങ്ങനെ ഇരുത്തി പൂജ ചെയ്യാനുള്ള അങ്ങനെയല്ല. എല്ലാവർക്കും നിങ്ങൾക്ക് അവരെ പൂജിക്കാൻ കഴിയുന്നത് എങ്ങനെയാണ്? നിങ്ങളുടെ കയ്യിൽ കുറച്ച് പുഷ്പം തരും. അപ്പോൾ എല്ലാ മക്കളും ഈശ്വരിമാരാണെന്ന് തിരിച്ചറിഞ്ഞ് എല്ലാവരുടെയും തലയിൽ കുറച്ച് പുഷ്പട്ട് അവരുടെ അടുത്ത് അനുഗ്രഹമായി. ഇപ്പം അവരുടെ അടുത്ത് അനുഗ്രഹമാണ് കേട്ടോ. ഇപ്പം അവർ ദേവിയാണ്. ഇപ്പോഴല്ല, എപ്പോഴും ദേവിയാണ്. ഇങ്ങനെ ഒന്നും ഇരിക്കാൻ പറ്റുമോ? ഇങ്ങനെ ഈ തലയിൽ പുഷ്പം ഇടുന്ന സമയത്ത് എങ്ങനെ ഇരുന്ന് നിർത്തോളൂ കേട്ടാ. ദേവി ഇരിക്കില്ലേ? വരദാഭയ മുദ്രയോട് കൂടിയിട്ട് ഒരു കൈ ഇങ്ങനെ പിടിക്കുക, ഒരു കൈ ഇങ്ങനെ പിടിക്കുക. पार्वती शङ्करी शैलपुत्री नमस्ते त्रिलोकादिनाथे शरण्ये। पार्वती शङ्करी शैलपुत्री नमस्ते त्रिलोकादिनाथे शरण्ये। സമസ്താപരാധം ക്ഷമിക്കേണമേ നീ, നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ. പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ. സ്മരിക്കായി വരേണം മനക്കാമ്പിൽ നിത്യം ജ്വലിച്ചുള്ളൊരാ ദിവ്യമാം സൽസ്വരൂപം. നമോ പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ. സ്തുതിക്കാനും അമ്മേ തുണച്ചിട വേണം, നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ. പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ. മുഴങ്ങിടണം സർവകാലത്തും അമ്മേ, കിലുങ്ങുന്ന സൽകീർത്തനം കർണയുഗ്മേ. പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ. കുറഞ്ഞൊന്നിതെന്നിൽ കനിഞ്ഞിട വേണം, നമിപ്പേൻ ഭവാനി സദാ
പാദപത്മേ നമോ പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ കുന്തളം പൊൻകിരീടം തിളങ്ങുന്ന വൈഡൂര്യ മാണിക്യരത്നം നമോ പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ അണിഞ്ഞൊരു കണ്ടം തെളിഞ്ഞൊന്നു കാൺമാൻ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ നമോ പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ പതേ നോപുരങ്ങൾ കരേ കങ്കണങ്ങൾ പ്രഭാപൂരിതം കൽഗനാനായുധങ്ങൾ നമോ പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ പ്രഭാതേ വിളങ്ങുന്ന ബാഹുക്കൾ നാലും നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ നമോ പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ പതിത്തേറിടും കാഞ്ചി പൊന്നിന്ദുകൂലം പ്രസിദ്ധ പ്രസൂനങ്ങൾ ഹാരങ്ങൾ ചാർത്തി നമോ പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ സ്ഫുരിക്കുന്ന വക്ഷസുഷസ്സിന്നു കാണാൻ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ നമോ പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ നമോ പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ സമസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ സമസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ സമസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ സ്മരിക്കായി വരേണം മനക്കാമ്പിൽ നിത്യം ജ്വലിച്ചുള്ളൊരാ ദിവ്യമാം സൽസ്വരൂപം സമസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ സ്തുതിക്കാനും അമ്മേ തുണച്ചിട വേണം നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ സമസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ മുഴങ്ങിടണം സർവകാലത്തും അമ്മേ കിലുങ്ങുന്ന സൽകീർത്തനം കർണയുഗ്മേ സമസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ കുറഞ്ഞും നിതന്നിൽ കനിഞ്ഞിട വേണം നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ സമസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ കുന്തളം പൊൻകിരീടം തിളങ്ങുന്ന വൈഡൂര്യ മാണിക്യരത്നം മസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ അണിഞ്ഞൊരു കണ്ടം തെളിഞ്ഞൊന്നു കാൺമാൻ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ മസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ പതേ നോപുരങ്ങൾ കരേ കങ്കണങ്ങൾ പ്രഭാപൂരിതം കൽഗനാനായുധങ്ങൾ മസ്താപരാധം ക്ഷമിക്കേണമേ നീ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ
പ്രഭാതേ വിളങ്ങുന്ന ബാഹുക്കൾ നാലും നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ. ഹസ്താപരാധം ക്ഷമിക്കേണമേ നീ, നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ. പതിറ്റേറിടും കാഞ്ചി പൊന്നിന്ദുകൂലം പ്രസിദ്ധ പ്രസൂനങ്ങൾ ഹാരങ്ങൾ ചാർത്തി. ഹസ്താപരാധം ക്ഷമിക്കേണമേ നീ, നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ. സ്ഫുരിക്കുന്ന വക്ഷസുഷസ്സിന്നു കാണാൻ നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ. പാർവതി ശങ്കരി ശൈലപുത്രി നമസ്തേ ത്രിലോകാദിനാഥേ ശരണ്യേ. സമസ്താപരാധം ക്ഷമിക്കേണമേ നീ, നമിപ്പേൻ ഭവാനി സദാ പാദപത്മേ. ദേവി മഹാലക്ഷ്മി മഹാഭാഗ്യദായിനി സമ്പത് സുഖകരേ ദേവി ഒരു പിടിപ്പണവും ഒരു പിടിപ്പൂവും ഒരു പറ നിറയും ശുദ്ധ മനസ്സും. ഒരു പിടിപ്പണവും ഒരു പിടിപ്പൂവും ഒരു പറ നിറയും ശുദ്ധ മനസ്സും. ഉച്ചയ്ക്കന്നവും ശർക്കര വയ്ക്കാം വരുമോ ലക്ഷ്മി ധനലക്ഷ്മി. ഉച്ചയ്ക്കന്നവും ശർക്കര വയ്ക്കാം വരുമോ ലക്ഷ്മി ധനലക്ഷ്മി. ഒരു പിടിപ്പണവും ഒരു പിടിപ്പൂവും ഒരു പറ നിറയും ശുദ്ധ മനസ്സും. ധനധാന്യങ്ങൾ
നൽകും ഒരു പിടി പണവും ഒരു പിടി പൂവും ഒരു പറ നിറയും ശുദ്ധമനസ്സും. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 7 യോജന താൻ നീളമുണ്ട് മതിലിനാകവേ, വെൺചന്ദന മലർക്കവാണിവക്കിടയിലുള്ളിടം, മാർച്ചട്ടയാം കരിങ്കാറും ധനുസാം മാരിവില്ലുമായി, ഇടിയാം വജ്രവും മിന്നൽ കൊടിയൊത്തുള്ള കൺകളും, വാരിധാരകളാം അമ്പം പൂണ്ടൊരാമേഘവാഹനൻ, വർഷർത്തുവാണിക്കാവിന്റെ നായകൻ ഗണസമൃതൻ, നഭശ്രീയം സരസ്യയും അസരസ്യയും, മാലിന്യം ബാതുലകളും അഭ്രമന്തി നിരത്നികൾ, മേഘയന്തി ചിപുണികാ വർഷയന്തികളും, തഥാ വാരിധാരയുമാ മേഘവാഹദ്വദശ ഭാര്യമാർ, പുതുപൂവല്ലി പുണരും തളിർത്ത തരുജാലവും, പച്ചപ്പുൽത്തകിടം കൊണ്ടേ സ്ഥലം ശോഭിപ്പു സർവദാ, നദീനദങ്ങളുണ്ടെങ്ങും ഇരമ്പിപ്പാഞ്ഞിടുന്നതായി, കലങ്ങി നിൽക്കുന്നു പൊയ്ക രാഗിചിത്തം കണക്കിനെ, വാപീകൂപതടാകങ്ങൾ നിർമ്മിച്ചമ്പയ്ക്കു നൽകുവാൻ, പ്രയത്നം സതതം ചെയ്യും സിദ്ധന്മാർ ദേവവൃന്ദവും, സ്വഭാര്യമാരൊത്തു തത്ര വാഴുന്നു രമമാണരായി, ഇതിനപ്പുറത്തായി പഞ്ചലോഹമയം മതിൽ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 7 യോജന നീളത്തിൽ നിൽപ്പൂ മധ്യത്തിലായി നൃപ, നാനാ പുഷ്പലതാപൂർണം മന്ദാര മലർവാടിയും, ശരത്താമൃതു രക്ഷിപ്പൂ പൂങ്കാവിതു നിരാമയം, തത്പത്നിമാരുർജലക്ഷ്മി പിന്നെയെങ്കിലും ലക്ഷ്മിയും, സിദ്ധന്മാരും തത്ര വാഴ്വോ പത്നി ഭൃത്യഗണത്തോടും, ഇതിനുമപ്പുറത്തായി 8 യോജന ദീർഘ
മേഘമായി വൻ താഴിക കുടം ചൂടി ശോഭിപ്പോ വെള്ളി തന്മതിൽ ഇവക്കിടയിലായി നിൽക്കും പാരിജാതവനങ്ങളിൽ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പൂങ്കുലച്ചാർത്തുയർത്തുന്ന മധുരോജ്വല സൗരഭം മോദിപ്പിച്ചു തത്ര വാഴും ഭക്തരായ ഗണങ്ങളെ രാഗം വായ്പവരെ കൂട്ടിയിണക്കിക്കൊണ്ടതിൽ സദാ നാഥനായി വാഴ്വു സഗണം ശ്രീമാൻ ഹേമന്തനാമൃതു സഹസ്രശ്രീ സഹസ്രീയം അവൻ തൻ രണ്ടു ഭാര്യമാർ ഇങ്ങു വാഴും സിദ്ധരെല്ലാം കൃച്ഛ്രാദി വ്രതകാരികൾ ഈ വെള്ളിമതിൽ പിന്നിട്ടാൽ 7 യോജന ദീർഘമായി തനിത്തങ്കം കൊണ്ടു തീർത്ത മതിലൊന്നുണ്ടു കാണുവാൻ. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ 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 അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. പൂവണിഞ്ഞ കദംബക്കാടുണ്ടിതിൻ ചുറ്റിലും നൃപ കദംബ മദ്യം സേവിച്ചു പരാനന്ദത്തോടും സദാ 1000 തോതിൽ വർത്തിപ്പൂ കാവിതിൽ സിദ്ധ സഞ്ചയം ശിശിരർത്തു മഹാശ്രീമാനിക്കാവിൻ അധിനായകൻ തപശ്രീയുമായ തൻ ഭാര്യമാരുമായി നാനാവിലാസങ്ങൾ പൂണ്ടു നാനാഗണ സമേതനായി രമിച്ചു മോദിച്ചു തത്ര പൂജനമേ ജയ നാനാഭോഗം ഭുജിച്ചേറും ആനന്ദത്തോടു കൂടവേ പരിവാരങ്ങളും സ്വസ്വകുടുംബങ്ങളുമായി സദാ വാഴ്വൂ മഹാസിദ്ധരിതിൽ ഗോദാനാദിപരായണർ ഈ മതിൽക്കപ്പുറം 7 യോജനായതമായി നൃപ വർത്തിപ്പോ പുഷ്യരാഗത്തിൻ പ്രാകാരം കുങ്കുമാരുണം. അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. അങ്ങഴും ഭൂമിയും കാവുകളും കുസുമവാടിയും വൃക്ഷങ്ങളും വൃക്ഷവല്ലികളും വല്ലി തടങ്ങളും പാടിപ്പറക്കും പറവക്കൂട്ടവും നീർത്തടാകവും ആ മതിൽ കെട്ടുപോൽ സർവം രത്നവർണ്ണ സമുജ്വലം മണ്ഡപം മണ്ഡപസ്തംഭം നീർപ്പൊയ്ക കമലങ്ങളും ആ കോട്ടയ്ക്കുള്ളിലഖിലം സിന്ദുരാഭം മനോഹരം സംഗ്രഹിക്കാമീ വിധത്തിൽ ഈ രത്നക്കോട്ട മന്നവ മുൻചൊന്നതിനേക്കാളും തേജോ ലക്ഷഗുണം സ്മൃതം പ്രതിബ്രഹ്മാണ്ടമെഴുമാ ദിക്പാലന്മാരശേഷവും സമഷ്ട്യാത്മകരായതു വാഴ്വൂ നാനാഗണാന്യുതം പൂർവാശയിൽ സമുത്തുംഗ ശൃംഗയാം അമരാവതി
വിവിധോദ്യാന സമ്പന്നം ലസിപ്പൂ തത്ര ശക്രനം സ്വർഗസ്ഥനാമേന്ദ്രനേക്കാളിങ്ങു വാഴും ശതക്രതു 1000 ഇരട്ടിച്ച തേജസ്സാർന്നു വസിക്കയാം സേനാമധ്യത്തിൽ ഐരാവതത്തിന്മേലേറി വാസവൻ വാഴുന്നു തൻ വജ്രവുമായി പ്രതാപത്തോടെ സർവദാ ശചിയും തത്ര വാഴുന്നു ദേവനാരി സമേതയായി സ്വാഹാസുധകളോടൊത്തു പാവകൻ വന്യകോണിലായി നിജവാഹന ഭൂഷാദിയോടും ദേവഗണത്തോടും വാഴുന്നു തത്ര സതതം സ്വന്തം പുരിയിലെന്ന പോൽ ഇതിൻ തെക്കേ കോണിലായി സാക്ഷാ ദണ്ഡധരൻ യമൻ ചിത്രഗുപ്താദിയാം തന്റെ പരിവാരത്തോടും തഥാ നിജശക്തിയോടും കൂടി തത്ര വാഴുന്നു സന്തതം രാക്ഷസാവൃതനായി ഖഡ്ഗപാണിയായി പ്രഭാവത്തോടും അതിൻ നിർതികോണിങ്കൽ വാഴ്വോ നിർതിയാം മഹാൻ സർവൈശ്വര്യങ്ങളും പൂണ്ടു നിജയാദോ ഗണത്തോടും വാരുണീമത്തനായ പാശഹസ്തനായി വൻ പ്രതാപിയായി മഹാമത്സ്യസമാരൂഢനായൊരോ യാദസാംപദേ വരുണാനിയോടം വാഴ്വോ തത്ര വാരുണദിക്കിലും പ്രാണായാമരതന്മാരാം യോഗിമാരത്തു സർവദാ വായുകോണിലിഴും വായുലോകത്തിൽ ധ്രുജഹസ്തനായി മൃഗവാഹനനാം വായുദേവൻ വിസ്തൃതലോചനൻ മരുഗണത്തോടും വാഴ്വോ നിജശക്തി സമന്വിതം വടക്കൊണ്ടു മഹത്തായ യക്ഷലോകമതിൽ സദാ വൃദ്ധിയും പൂണ്ടു യക്ഷോരാജൻ ധനാധിപൻ ശംഖാദിയാം നിധികൾ 9 ശക്തിയുക്തനായി മണിഭദ്രൻ പൂർണ്ണഭദ്രൻ മണിമാൻ മണിഗന്ധരൻ മണിഭൂഷൺ മണിസ്രഗ്ഗി മണികാർമുകധാരകൻ ഏവം സേനാനിമാരൊത്തു സദാ വാഴുന്നു മന്നവ അനർഘരത്നഖചിതം രുദ്രലോകം മഹത്തരം ഈശാനകോണിൽ വർത്തിപ്പൂ ശ്രീരുദ്രൻ തത്ര വാഴുകയാം പൃഷ്ഠഭാഗത്താവനാഴി തൂക്കിത്തൻ കുലവില്ലുമായി വില്ലാളിമാർക്കു നടുവിൽ സദാ കോപിഷ്ഠനാം ശിവൻ സ്വതുല്യരായി ശൂലഹസ്തന്മാരായി വികൃതാസ്യരായി തീവമിക്കം ഘോരവക്ത്രങ്ങളും 10 കരങ്ങളും പൂണ്ടോരായും 100 കൈയും 10 കാലും അതേ വിധം ദശഗ്രീവകളും പൂണ്ടോരായും കയ്യായിരത്തോടും മുക്കണ്ണും പൂണ്ടു നിൽക്കുന്നോരായും ഒട്ടേറെ രുദ്രരാൽ മഞ്ഞിലും മാനിലും രുദ്രാധ്യായത്തിൽ ചൊന്നതാം വിധം നിന്നു ചൂടപ്പെട്ടവനായി രുദ്രാണി കോടിയുക്തനായി ഡാമരേ ഭദ്രകാളാദി നാനാശക്തി ഗണത്തോടും വീരഭദ്രാദികളോടും പ്രമഥാദി ഗണത്തോടും ഭൂതസംഘത്തോടും കൂടി ഭൂതാവാസൻ മഹേശ്വരൻ പുലിത്തോലാടയാനത്തോലുത്തരീയവും വിധം തലയോട്ടിന്മാല പാമ്പു കഴുത്തിൽ പാമ്പു കയ്യിലും ചിതാഭസ്മം തന്നുടലിൽ മുഴുക്കേയുമണി അശ്വങ്ങൾ പല്ലക്കും ഗജവീരരും ഹംസം സിംഹം കാളമയിൽ താക്ഷ്യം തൊട്ടവയും തഥാ വാനം മുത്തും കൊടിക്കൂറ പറക്കും രഥകോടിയും പിന്നണിപ്പടയും കോടിക്കണക്കിൽ തത്ര നിൽക്കയാം മഹാധ്വജങ്ങളും നാനാ ചിഹ്നങ്ങളും അണിഞ്ഞതായി വിമാനകോടിയും നിൽപ്പോ ശബ്ദിത്തോ വാദ്യഘോഷവും വൈഡൂര്യക്കോട്ട നിർമ്മിതം ദശലോചനപൊക്കത്തിൽ നിൽപ്പോ മറ്റൊരു വന്മതിൽ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ
ഭദ്രേ നാരായണ. ഇക്കോട്ടതൻ മധ്യവും വീതിയും കെട്ടിടങ്ങളും വാപി തടാകാദികളും ഇന്ദ്രനീല മനോഹരം ജ്വലിക്കും പത്മമൊന്നിങ്ങു ബഹുയോജന വിസ്തൃതം നിൽപ്പൂ സുദർശനം പോലെ 16 ദളത്തോടും യുദ്ധകങ്ങളിലായി സർവസമുദ്രികൾ സമൃദ്ധികളോടും സദാ സ്വസ്ഥാനങ്ങളിൽ ഭൂപാവാഴ്വു ഷോഡശ ശക്തികൾ അവർ തൻ പേരുമോതാം ഞാൻ കേട്ടാലും നൃപസത്തമ കരാളി പിന്നെ വികിരാളി കാഗ്യ യുമവാണിയും ശ്രീ ദുർഗ യുഷയും ലക്ഷ്മി ശ്രുതി സ്മൃതികൾ മേധയും ആര്യകാന്തി ശ്രദ്ധാധൃതി മതി എന്നിവരാണവർ കരിങ്കാർ നിറവും കയ്യിൽ വാടും ഖേടവുമാണ്ടവർ യുദ്ധക്കൊതി മുഴുത്തുള്ളോർ തുല്യശക്തികൾ എഴുന്നവർ ശ്രീദേവി തന്റെ സേനാനായികമാരിവരേവരും ബ്രഹ്മാണ്ഡ ശക്തികൾക്കെല്ലാം അധിനാഥകളായവർ നാനാശക്തികളോടൊത്തു തേരിലേറി ജഗത്രയം വിറപ്പിക്കാൻ പോരും ഇവർ തദനുഗ്രഹ ശക്തിയാൽ ശേഷന്നുമാകാ വർണ്ണിക്കാൻ ഇവർ തൻ ഭീമവിക്രമം ഇന്ദ്രനീലക്കോട്ടയെയും കടന്നാൽ ബഹുവിസ്തൃതം മുത്തിൻ പ്രാകാരമൊന്നുണ്ട് ദശയോജന ദീർഘമായി മുക്താമയം മധ്യഭൂവിൽ തൂമുത്തുളിയുതിർപ്പതായി അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. കാണാം നൽകേ സ്വരത്തോടും ഇതലട്ടെഴും അംബുജം ദളമെട്ടിലുമായി ദേവി സമാകാരകൾ ദേവികൾ ശ്രീദേവിക്കുള്ള പോലായുധങ്ങളും സർവഭോഗവും പൂണ്ടോരായി മൂലോക വാർത്തയെയും സ്വജ്ഞാന ശക്തിയാൽ ഗ്രഹിച്ചു ദേവിയോടേതും നോരാം മന്ത്രിണിമാരിവർ ശ്രീദേവി തന്നിങ്കിതങ്ങൾ അറിഞ്ഞു പരിചര്യകൾ സദാ ചെയ്തും കൊണ്ടു നാനാശക്തിയുക്തങ്ങളായി നൃപ എന്തിനും പോരുവോരായി വർത്തിപ്പൂ സുന്ദരാംഗികൾ അവർ തൻ പേരുമോതാൻ ഞാൻ കേട്ടുകൊള്ളുക നൃപോത്തമ അനംഗ കുസുമാഭിക്യ അനംഗ കുസുമാതുര അനംഗ മദനാഭിക്യായ അനംഗ മദനാതുര തഥാ ഭുവനപാലാക്യ പിന്നെ ഗഗനവേഗയും ശശിരേഖാക്യയും അതിൽ പരം ഗഗനരേഖയും പാശാങ്കുശ വരാഭീതികളും കുങ്കുമവർണവും പൂണ്ടോർ പ്രദക്ഷിണം വിശ്വ വാർത്തദേവിയോടോതുവോർ കാണാം മരതകക്കോട്ട മുത്തിൻ കോട്ടയ്ക്കുമപ്പുറം അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ. ആയിരം കാൽ മണ്ഡപങ്ങൾ കാണാം 4 ശൃംഗാരമണ്ഡപം പിന്നെ മുക്തിമണ്ഡപവും തഥാ 3-ാമതാം മണ്ഡപത്തിൽ പേരത്തെ ജ്ഞാനമണ്ഡപം ഏകാന്ത മണ്ഡപം 4-ാമത്തേതൊന്നായി പ്രകീർത്തിതം നാനാധൂപസുഗന്ധങ്ങൾ വിധാനങ്ങളും ഒത്തതായി കോടി സൂര്യപ്രഭയോടും ശോഭിപ്പൂ 4-ഒപ്പമായി ഇവയെ ചൂഴ്ന്നു നിൽക്കുന്ന കാശ്മീരവനിയെങ്കിലും കുന്തമല്ലി പുഷ്പവാടികളിലും ഗന്ധമാനുകൾ കസ്തൂരി തൻ നറുമണം പൊഴിക്കുന്നുണ്ട് സംഖ്യകം രത്നകൽപ്പടവാൽ തീർത്ത മഹാപത്മാടവിക്കകം നിറഞ്ഞു നിൽപ്പൂ സുധയും മോളും മത്താളി വൃന്ദവും അന്നം കുളക്കോഴികളും ദിഗന്ധവ്യാപിഗന്ധവും വീശുന്നു പൂങ്കാവുകൾ തൻ സൗരഭം ദീപലാകവേ ശൃംഗാരമണ്ഡപം തന്നിൽ പാടുന്നുണ്ട് അപ്സരസ്സുകൾ ദേവിമാർ വാനവന്മാരും ജഗദംബയ്ക്കു ചുറ്റുമായി മുക്തിമണ്ഡപ മധ്യത്തിൽ മുക്തിയേകുന്നത് ശിവ ജ്ഞാനോപദേശം ചെയ്യുന്നു 3-ാമത്തതംബിക 4-ാമത്തേതിലദേവി ജഗദ്ധാത്രി വിചിന്തനം നിത്യം തൻ മന്ത്രിണികളും ഒത്തു ചെയ്യുന്നു ഭൂപതേ ചിന്താമണി ഗൃഹത്തിങ്കൽ ശക്തി തത്വാത്മകങ്ങളായി 10 സോപാനങ്ങൾ ചേർന്ന മഞ്ചമൊന്നു ജ്വലിക്കയാം ബ്രഹ്മാവു വിഷ്ണു പിന്നീട് രുദ്രനീശ്വരൻ ഇങ്ങനെ നിൽപ്പൂകാലുകൾ 4 ഫലകം താൻ സദാശിവൻ
ശിവൻ ഇതിന്മീതെ വിളങ്ങുന്നു മഹാദേവൻ ജഗത്പതി. സ്വലീലാർത്ഥം ദേവി തന്നെ രണ്ടായി തീർന്ന മഹേശ്വരൻ. സൃഷ്ട്യാദിയിൽ മഹാദേവിക്കർദ്ധാംഗം താനിവൻ നൃപ. മാരദർപ്പം പോക്കിടുന്ന കോടി ഗന്ധർപ്പ സുന്ദരൻ. മുഖമഞ്ചും കണ്ണുമൂന്നും ഭൂഷാജാലവുമാണ്ടവൻ. വരാഭയങ്ങളും മാനും മഴുവും കയ്യിലാണ്ടവൻ. 16 വയസ്സുള്ളോൻ സർവലോകേശ്വരൻ പരൻ. കോടി തിങ്കൾ കുളിർമയും കോടി സൂര്യപ്രകാശവും വെള്ളപ്പളുങ്കിൻ നിറവും പൂണ്ടുവാഴും മഹേശ്വരൻ. അക്കാമേശന്റെ വാമാങ്കത്തിങ്കൽ വാഴ്വൂ മഹേശ്വരി. നവരത്നം പതിച്ചുള്ള കിലുങ്ങും മണികാഞ്ചിയും വൈര്യം പതിച്ചു മാറ്റുറ്റ തങ്കത്തിനങ്കതങ്ങളും ശ്രീചക്രത്തോടയാൽ ദീപ്തിമെത്തും താരുളി വക്രവും പൊന്നമ്പിളിപ്പാതിയെ വില്ലുന്ന തൂനെറ്റിയും തഥാ ചെന്തൊണ്ടിത്തൻ കാന്തി ചോരും മധുരോഷ്ടപുടങ്ങളും കസ്തൂരിതൻ തൊടുകുറി കുങ്കുമപ്പൊട്ടുമവിധം സൂര്യചന്ദ്രോപമം മിന്നും ചന്ദ്രകൈശികരത്നവും ശുക്രതാരം പോലെ വെട്ടിത്തിളങ്ങും മൂക്കുത്തിയും. സാഗരമായി നിറഞ്ഞവളേ അഭയങ്കരി ദേവി ശ്രീ പാർവതി. വാനിലെ താരകൾ പോലെ നിൻ മഹിമകൾ എണ്ണിയാലൊടുങ്ങുമോ തമ്പുരാട്ടി. വാനിലെ താരകൾ പോലെ നിൻ മഹിമകൾ എണ്ണിയാലൊടുങ്ങുമോ തമ്പുരാട്ടി. ഭജനം ചെയ്യുന്നു നിന്നെ അമ്മേ, അനുഗ്രഹിച്ചിടണേ വിശ്വേശ്വരി. അഭയങ്കരി ദേവി ശ്രീ പാർവതി. ശിവനീരമേൽപ്പിക്കും ശ്രീശങ്കരി. അഭയങ്കരി ദേവി ശ്രീ പാർവതി. ശിവനീരമേൽപ്പിക്കും ശ്രീശങ്കരി. കാമാർത്ഥ മോക്ഷങ്ങൾ ധർമ്മത്തിൻ രൂപമെടുത്തോരമ്മേ. കാമാർത്ഥ മോക്ഷങ്ങൾ നൽകുന്നതിനായി ധർമ്മത്തിൻ രൂപമെടുത്തോരമ്മേ. അഭയങ്കരി ദേവി ശ്രീ പാർവതി. ഭാരതാംബേ ശ്രീജഗദീശ്വരി സാരസ്വതം നൽകും പ്രകൃതീശ്വരി. ഭാരതാംബേ ശ്രീജഗദീശ്വരി സാരസ്വതം നൽകും പ്രകൃതീശ്വരി. ലക്ഷ്മിയായി ശക്തിയായി
ദുർഗയായി വന്നു നീ അജനാഭമെന്നും കാത്തിടുന്നു. ലക്ഷ്മിയായി ശക്തിയായി ദുർഗയായി വന്നു നീ അജനാഭമെന്നും കാത്തിടുന്നു. ഭാരതാംബേ ശ്രീജഗദീശ്വരി സാരസ്വതം നൽകും പ്രകൃതീശ്വരി. ഷട്കോണിൻ ദിവ്യരൂപത്തിലമ്മ ഭാരതനാടിന്റെ സൃഷ്ടി രചിച്ചു. ഷട്കോണിൻ ദിവ്യരൂപത്തിലമ്മ ഭാരതനാടിന്റെ സൃഷ്ടി രചിച്ചു. വേദപുരാണങ്ങൾ താന്ത്രിക ശാസ്ത്രങ്ങൾ ദേവീ കൃപയാലീ മണ്ണിൽ ലഭിച്ചു. വേദപുരാണങ്ങൾ താന്ത്രിക ശാസ്ത്രങ്ങൾ ദേവീ കൃപയാലീ മണ്ണിൽ ലഭിച്ചു. ഭാരതാംബേ ശ്രീജഗദീശ്വരി സാരസ്വതം നൽകും പ്രകൃതീശ്വരി. ഗണിതവും ശാസ്ത്രവും സംഗീതവുമെല്ലാം നിന്റെ പ്രഭയാൽ ഇവിടെ വിരിഞ്ഞു. ഗണിതവും ശാസ്ത്രവും സംഗീതവുമെല്ലാം നിന്റെ പ്രഭയാൽ ഇവിടെ വിരിഞ്ഞു. ധർമ്മമണികളാൽ കൊരുക്കുന്നു ദേവി ജീവിത വിജയത്തിൻ ഹാരങ്ങളെ. ധർമ്മമണികളാൽ കൊരുക്കുന്നു ദേവി ജീവിത വിജയത്തിൻ ഹാരങ്ങളെ. ഭാരതാംബേ ശ്രീജഗദീശ്വരി സാരസ്വതം നൽകും പ്രകൃതീശ്വരി. ഭാരതാംബേ ശ്രീജഗദീശ്വരി സാരസ്വതം നൽകും പ്രകൃതീശ്വരി. ലക്ഷ്മിയായി ശക്തിയായി ദുർഗയായി വന്നു നീ അജനാഭമെന്നും കാത്തിടുന്നു. ലക്ഷ്മിയായി ശക്തിയായി ദുർഗയായി വന്നു നീ അജനാഭമെന്നും കാത്തിടുന്നു. ഭാരതാംബേ ശ്രീജഗദീശ്വരി സാരസ്വതം നൽകും പ്രകൃതീശ്വരി.
മോഹിനി ഹൈമവതി ജയ ജയ ദേവി ജയ ജഗദംബികെ മഞ്ജുളെ സുസ്മിതേ ഇന്ദുമുഖി ഹരികുലനാശിനി അഖില ജനേശ്വരി ആജവ പാപ വിനാശ ജഗദീശ്വരി ഗിരിനന്ദിനി തവ ചേവടിയിണയിൽ ഇരുപാണികൾ കൂപ്പിത്തൊഴുതൊരു വിട്ടിതു സ്തുതികൾ പരിതാപമകറ്റി മമ മനതാരിനു നിത്യം ഉണർവേകുക വരമേകുക പരിപാലയ ശരണം ജഗദീശ്വരി ഗിരിനന്ദിനി തവ ചേവടിയിണയിൽ ഇരുപാണികൾ കൂപ്പിത്തൊഴുതൊരു വിട്ടിതു സ്തുതികൾ പരിതാപമകറ്റി മമ മനതാരിനു നിത്യം ഉണർവേകുക വരമേകുക പരിപാലയ ശരണം അണിവാർമുടിയളകം തവനിടിലത്തൊടു കുറിയും അരുണാംബുജമിഴിയാലൊരു കമനീയ കടാക്ഷം മധുരസ്മിത രുചിരാധര മലർകാതിലയുഗണം ഉദയേ മമ കണി കാൺമതിനരുളിയിടുക വരദേ ജഗദീശ്വരി ഗിരിനന്ദിനി തവ ചേവടിയിണയിൽ ഇരുപാണികൾ കൂപ്പിത്തൊഴുതൊരു വിട്ടിതു സ്തുതികൾ പരിതാപമകറ്റി മമ മനതാരിനു നിത്യം ഉണർവേകുക വരമേകുക പരിപാലയ ശരണം ഉടയാടകൾ പദനൂപുര കനകത്തരിവളകൾ മണിമാലകൾ മലർമാലകൾ ഇളകും തിരുമാറും കരുണാമയഖലനാശിനി കരതാരിൽ വിളങ്ങും ചതുരായുധമോടുന്ന ഗദാരിൽ തെളിയേണം ജഗദീശ്വരി ഗിരിനന്ദിനി തവ ചേവടിയിണയിൽ ഇരുപാണികൾ കൂപ്പിത്തൊഴുതൊരു വിട്ടിതു സ്തുതികൾ പരിതാപമകറ്റി മമ മനതാരിനു നിത്യം ഉണർവേകുക വരമേകുക പരിപാലയ ശരണം ദുരിതാർണവെ മുഴുകിക്കര കാണാതുഴലുന്നോർ കുരുബോധമതായി വന്നിടും മുരുകേശ്വര ജനനി സനകാദികളിരവും പകൽ തളരാതെ നമിക്കും ചരണങ്ങളിൽ അടിയന്നു നമിക്കാൻ തുണ ചെയ്യുക ജഗദീശ്വരി ഗിരിനന്ദിനി തവ ചേവടിയിണയിൽ ഇരുപാണികൾ കൂപ്പിത്തൊഴുതൊരു വിട്ടിതു സ്തുതികൾ പരിതാപമകറ്റി മമ മനതാരിനു നിത്യം ഉണർവേകുക
ദുഃഖ ദുരിതങ്ങളിൽ പെട്ട് ഉഴറുന്നവർ, ജീവിതത്തിൻ്റെ സുഖത്തെ അനുഭവിക്കുന്നവർ, വലിയ ലക്ഷ്യങ്ങളെ ഇച്ഛിക്കുന്നവർ, മോക്ഷേച്ഛുക്കളായിട്ടുള്ളവർ, കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ, കർമ്മം ചെയ്യാൻ ഉത്സുകരായിട്ടുള്ളവർ കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു യജ്ഞത്തിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുക. നമ്മൾ അനുഭവിച്ച ഓരോ ആനന്ദവും, നമ്മുടെ ഉള്ളിൽ നിന്നും തുറന്നു വീണ ഓരോ കണ്ണുനീർത്തുള്ളികളും നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായിട്ടുള്ള കുറേ ജന്മങ്ങളുടെ അഹോരാത്രമുള്ള കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. കൃതജ്ഞത, നന്ദിയില്ലാത്തവർക്ക്, അതായത് നന്ദിയെ മുറിഞ്ഞ് ശിവനെ തൊഴുതിട്ട് കാര്യമില്ല എന്ന് പറയും. അതായത് നന്ദിയെ മുറിഞ്ഞ് ശിവനെ തൊഴരുതെന്ന് പറയും. എന്താ കാരണം? നന്ദിയില്ലെങ്കിൽ ശിവനില്ല. നന്ദിയുടെ പുറത്തേറിയിട്ടാണ് ശിവൻ വരിക. നമുക്കതൊരു കഥ മാത്രമാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? അതിൻ്റെ തത്വം എന്താണ്? നന്ദി അതെന്താണ്? കൃതജ്ഞതയാണ്. ആ നന്ദികേശ്വരൻ കൃതജ്ഞതയാണ്. കൃതജ്ഞതയുടെ പുറത്തേറിയിട്ടാണ് മംഗളം നമുക്ക് നമ്മുടെ അടുത്തേക്ക് വരിക. ശിവൻ നന്ദികേശ്വരനെ വാഹനമാക്കി എന്നുള്ളതിൻ്റെ തത്വം അതാണ്. കൃതജ്ഞതയുടെ പുറത്തേറിയിട്ടാണ് മംഗളം. ശിവൻ എന്ന് പറഞ്ഞാൽ എന്താ? മംഗളം, ശുഭം, എല്ലാ കാര്യങ്ങളുടെയും നല്ലത് അത് നമ്മിലേക്ക് എത്തിച്ചേരുന്നത് എപ്പോഴാണ്? നന്ദിയുടെ പുറത്തേറിയിട്ടാണ്. നന്ദി എന്ന് പറഞ്ഞാൽ താങ്ക്സ് എന്നർത്ഥം, കൃതജ്ഞത. അപ്പോൾ ഈ ഒരു യജ്ഞത്തിൻ്റെ വിജയം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഉണ്ടാവാത്ത ധാരാളം നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളൊരു യജ്ഞമാണിത്. കുറച്ച് കാലമായി നമ്മൾ ഈ മേഖലയിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട്. സത്യത്തിൽ മഹായജ്ഞങ്ങൾ എന്ന് പറയണ ആയിരക്കണക്കിന് ആൾക്കാരെ വെച്ചിട്ട് വരെ വലിയ വലിയ യജ്ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഈ മണ്ണിൽ, ഈ അമ്മയുടെ മടിത്തട്ടിലാണ് ഏറ്റവും ധൈര്യം, മരിക്കും വരെ ധൈര്യത്തോടെ ജീവിക്കാനുള്ള, ധർമ്മത്തെ ഉദ്ധരിച്ചുകൊണ്ട് ജീവിക്കാനുള്ള ധൈര്യം പ്രത്യക്ഷമായി എനിക്ക് കിട്ടിയത് ഇവിടുന്നാണ്. അപ്പം അത്രയും നന്ദിയുണ്ട് ഇവിടെയുള്ള ഓരോരുത്തരോടും. ഇങ്ങനെയൊരു യജ്ഞം നടത്താൻ വേണ്ടി നമ്മൾ ഈ 10 ദിവസം വന്നിരുന്നത് ആസ്വദിച്ച് പോകുമ്പോൾ അതിനുള്ള സംഭാരങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ട് എത്രയോ മുൻപ്, 6 മാസങ്ങൾക്കോ 7 മാസങ്ങൾക്കോ 8 മാസങ്ങൾക്കോ മുൻപ്, അല്ലെങ്കിൽ കഴിഞ്ഞ യജ്ഞം കഴിഞ്ഞ അന്ന് മുതൽ മനസ്സിലിട്ട് ഉരുക്കി അത് സ്വർണത്തെ പോലെ ശുദ്ധമാക്കി ചെയ്ത കുറേ മഹാത്മാക്കളുടെ ത്യാഗമാണ് നമ്മൾ ഇന്ന് ഈ നിമിഷം വരെ സമർപ്പിച്ച യജ്ഞം. അപ്പോൾ അവർക്കൊക്കെ ദേവിയുടെ കൃപ ഉണ്ടാവട്ടെ, അല്ലേ? ദേവി അനുഗ്രഹിക്കട്ടെ, അനുഗ്രഹിക്കും. എല്ലാ ജന്മങ്ങളിലെയും പാപത്തെ പോക്കിക്കൊണ്ട് ഈ ജന്മം തീരും മുമ്പേ അവർ മുക്തരായിത്തീരും, അവർ മുമുക്ഷുക്കളായിത്തീരും, ദേവീപദത്തിലെത്തും, സംശയമില്ല. ഇവിടെ ഇതിൻ്റെ നല്ല നടത്തിപ്പിന് വേണ്ടി ചീത്ത കേട്ടവരുണ്ടാവും. ചിലപ്പോൾ അത് ചെയ്തില്ലേ, ഇതെത്തിച്ചില്ലേ, അത് അങ്ങടാക്കിയില്ലേ. ഒരുപക്ഷെ അന്നത്തെ കൊതിച്ചു പോലും വരുന്നവർ ഈ യജ്ഞത്തിനുണ്ടാവാം. അവർക്ക് അന്നം മുട്ടാതെ എനിക്കിപ്പോഴും അറിയാം. കാരണം ഒരു 11:15 ചോദിച്ചാലും, രാത്രി 11:15 ചോദിച്ചാലും കഴിച്ചില്ലേ എന്ന് ചോദിച്ചാൽ കുറച്ചും കൂടി പണിയുണ്ട്, അവിടെ ഒന്ന് അടിച്ചു വരാനുണ്ടെന്ന് പറയുന്ന ആൾക്കാരെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്. ഞാൻ ഈ യജ്ഞത്തിന് ഇവിടെയാണ് ഉണ്ടായിരുന്നു താമസിച്ചത്. അവരുടെയൊക്കെ ത്യാഗത്തിന് എന്ത് നന്ദി പറഞ്ഞാലാ തീരുക? ഇല്ല. ജഗദംബയോട് സമർപ്പിക്കുക. അമ്മ അനുഗ്രഹിക്കട്ടെ. അവരുടെ എല്ലാ പരമ്പരകളും, പിതൃ ഗുരു മാതൃ പരമ്പരകളൊക്കെ തന്നെ ധന്യധന്യരായി തീരട്ടെ. അവരെല്ലാം ഈശ്വരിയെ പോലെ ബഹുമാനിതരായി തീരട്ടെ. അങ്ങനെയാണ് അവരോടുള്ള നന്ദി പറയാനുള്ളത്. അതുപോലെ ഈ ഒരു യജ്ഞം ആരെ സംബന്ധിച്ചാണിത് നടത്തുന്നത്? പലയിടത്തും യജ്ഞം നടക്കും. ഇന്നലെ ഇന്നും മിനിഞ്ഞാന്നൊക്കെ യജ്ഞം നടത്തുന്നൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയൊരു യജ്ഞം എൻ്റെ അനുഭവത്തിൽ, എൻ്റെ ആചാര്യൻ്റെയൊക്കെ ഒരുപാട് സപ്താഹങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ. ഇത്രയും നിറവോടെയുള്ള ഒരു യജ്ഞം ഞാൻ ഇതാ നിങ്ങളോട് സത്യമായിട്ട് പറയണു, ഞാൻ ആദ്യമായിട്ടാണ് അനുഭവിക്കുന്നത്. കാരണം 2 ദൃഷ്ടാന്തങ്ങളാണ് ഇവിടെ ഉണ്ടായത്. ഒന്ന്, ഏതാനും ദിവസങ്ങൾക്ക് മുൻപേ 3-ാമത്തെയോ 4-ാമത്തെയോ ദിവസം എന്തുണ്ടായി? ഈ ക്ഷേത്രത്തിന് ദേവിയോട് നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രശ്ന ചാർത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ കൂടി പൂർത്തിയാക്കാനുണ്ട് ഈ ക്ഷേത്രത്തിന്. എല്ലാം കൊണ്ടും ദേവി സർവവിഭൂഷിതയായിട്ട് എല്ലാ കാര്യങ്ങളെ കൊണ്ടും തൃപ്തയായിട്ടിരിക്കുമ്പോൾ ദേവിയുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ഇടം കൊടുക്കാൻ കൂടി നമുക്ക് എന്തുണ്ട്? ഉത്തരവാദിത്തമുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുള്ളതായി നാട്ടുകാരാ, അവിടെ നാഗദേവതകൾക്ക് അവിടെ ഒരു ഇരിക്കാനൊരിടം, പീഠം സമർപ്പിക്കണം എന്നുള്ളത് ആണ് ഇവിടെ. ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ആദ്യം. ആരതി ചൊല്ലുമ്പോഴാണ്
ഒരാൾ നിങ്ങൾ മനസ്സിലാക്കുക, ലക്ഷങ്ങൾ കൊടുത്തിട്ട് നടത്തുന്ന യജ്ഞത്തിൽ പോലും ഒരു പ്രത്യക്ഷീകരിക്കുന്ന ദേവചൈതന്യം വളരെ വിരളമാണ്. അവിടെ നമ്മളിവിടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നാഗദേവത വന്നു, ഒരാളിലൂടെ നമുക്ക് വെളിപാട് തന്നു. എന്തു പറഞ്ഞു എന്നറിയോ? സന്തോഷമായിട്ടിരിക്കണം അമ്മ, എനിക്ക് അമ്മയോട് കൂടെ ഇരിക്കണം, നിങ്ങളത് ചെയ്തു തരണം, അടുത്ത യജ്ഞത്തിന് മുൻപ് ചെയ്യണം എന്നാണ് വാക്ക്. ഇല്ലെങ്കിൽ ഈ കിടങ്ങൂർ ദേശം എന്ന് പറഞ്ഞ് നിർത്തി. ഞാൻ പറയണോ? കാരണം ചീത്ത വാക്ക് പറയാനുള്ള മനസ്സില്ലാത്തോണ്ടാ. ഞാൻ പറയണോ എന്ന് വീണ്ടും 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 ചോദിച്ചു. അത് ദൃഷ്ടാന്താണ്. ആർക്കാണോ അങ്ങനെയുള്ള ദോഷം ഭവിക്കുകയെന്നറിയോ? ചിലപ്പോൾ ഇതിലൊന്നും നേരിട്ട് പങ്കെടുക്കാത്തവരോ ഒക്കെ ആവും, പക്ഷെ അവരുടെ കാലക്കേട് വന്ന് നിൽക്കണ നേരമാണെങ്കിൽ അവർക്കാണത് കിട്ടുക. അപ്പം അതുകൊണ്ട് ആ കാലക്കേടിൻ്റെ ഫലം അനുഭവിക്കാതെ പോകട്ടെ, ദേവിയെ പ്രസാദിപ്പിക്കൂ. ദേവി ആഗ്രഹിച്ച പോലെ ആ ഒരു ഇരിപ്പിടം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ട്, ചുമതലയുണ്ട്. വന്ന് പറയുന്നതാണ് കേട്ടോ, പ്രശ്നം വെച്ച് കണ്ടെത്തുന്നതൊന്നുമല്ല, വന്ന് പറഞ്ഞതാണ്. അതിനുള്ള വില നിങ്ങൾ കരുതണം. ഇവിടെ ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികൾ, അതിനോട് ചേർന്ന് നിൽക്കുന്നവരൊക്കെ കൂടിയിട്ട് അതിന് പദ്ധതി തയ്യാറാക്കുന്നുണ്ട്. അടുത്ത പ്രതിഷ്ഠാദിനത്തോടു കൂടി ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷെ അതിനെന്ത് വേണം? ഇങ്ങനെയൊക്കെ യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ, ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തു പോണ്ടേ? അപ്പം ചെയ്യുമ്പോൾ എന്തുണ്ട്, അതിന് സംഭാരങ്ങൾ ഒരുക്കണമെങ്കിൽ ധനദാനാദികൾ വേണം. അത് ആരുടെ കയ്യിലുള്ളത്? പലതുള്ളി പെരുവെള്ളം എന്നാണ് പറയുക. നമ്മൾ ഓരോരുത്തരും സമർപ്പണ ബുദ്ധിയ, ചോദിച്ചിട്ട് കൊടുക്കുന്നതിലല്ല മഹത്വം, ചോദിക്കാതെ നൽകുന്നതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യമായിട്ട് പറയുന്നു, നിങ്ങളുടെ സമ്പത്തിൻ്റെ 1/3 ഭാഗം ധർമ്മത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. ഈ സനാതന ധർമ്മത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ടതാണ്. നിങ്ങൾക്ക് 100 രൂപയുണ്ടെങ്കിൽ 33 രൂപ 33 പൈസ നിങ്ങൾക്ക് സ്വന്തം കാര്യത്തിന് ചെലവഴിക്കാം. 33 രൂപ 33 പൈസ മറ്റു കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കാം. കുടുംബം നോക്കുക, മറ്റു കാര്യങ്ങൾക്കായിട്ട് ചെലവഴിക്കാം. 33 രൂപ 34 പൈസ ധർമ്മത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. അങ്ങനെ ചെലവഴിക്കാതെ കൂട്ടിവെച്ചവരുടെ പരമ്പരകളൊക്കെ ആ ധനത്തിൻ്റെ പേരിൽ തമ്മിൽ തല്ലിയിട്ടുണ്ട്, കോടതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്, കണ്ടാമിണ്ടാതെയായിട്ടുണ്ട്. ആ ഗതിക്ക് വേണ്ടി സമ്പത്തിനെ മാറ്റിവെക്കല്ലേ, സ്വരുക്കൂട്ടി വെക്കല്ലേ. അത് ജന്മജന്മാന്തരങ്ങളിലേക്കും പുണ്യമായി തീരുന്ന ഇത്തരം സത്കർമ്മങ്ങൾക്കായിട്ട് വിനിയോഗിക്കാനുള്ളതാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ വിചാരിച്ചാൽ പുഷ്പം പറിച്ചെടുക്കുന്ന ലാഘവത്തോടെ അത് ഇവിടെ നടത്താൻ പറ്റും. അപ്പം അവരെ അതിനോടൊപ്പം നിൽക്കുക. അവരിങ്ങോട്ട് വന്ന് പറഞ്ഞിട്ടല്ല, നിങ്ങൾ അങ്ങോട്ട് പോയി പറഞ്ഞിട്ട് ചെയ്യുക. നിങ്ങളാ ലാഭത്ത് ചെയ്യുക, അല്ലെങ്കിൽ ഉള്ളവരെ കണ്ടെത്തി കാണിച്ചു കൊടുക്കുക. അവരോട് നമ്മൾ നിർദ്ദേശിക്കുക. നമ്മുടെ കൈകളിലൂടെ അത് പോട്ടെ, നമ്മുടെ വാക്കിലൂടെ അതിലേക്ക് എത്തട്ടെ. അതൊക്കെ നിങ്ങളുടെ പരമ്പരകൾക്ക്. ഞാൻ ഉറപ്പ് പറയുന്നു, പുണ്യം നേടാൻ വേണ്ടി ജനിച്ചവരാണ് ഓരോ മനുഷ്യന്മാരും. പുണ്യം നേടിക്കൊണ്ട് ഈശ്വരത്വം നേടാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പുണ്യം കിട്ടുന്ന മഹത് കർമ്മമായി പറയുന്നത് ഒരു ക്ഷേത്രത്തിൻ്റെ നിർമ്മിതിയിലോ പുനരുദ്ധാരണത്തിലോ നിത്യനിദാനത്തിലോ പങ്കാളിയായാൽ 7 ജന്മങ്ങളിലേക്കും 7 തലമുറയിലേക്കും പുണ്യമാണെന്ന് പറയണം. അത്രയും പുണ്യമുള്ള വേറൊരു കാര്യമില്ല. അതുകൊണ്ട് ഇതൊരു മഹാഭാഗ്യമായി കണ്ടുകൊണ്ട് അതിനൊപ്പം നിൽക്കണം. കൂടാതെ അതിനോട് ചേർന്ന് ഇവിടെ ദൃഷ്ടാന്തമുള്ളപ്പോൾ, സത്യത്തിൽ കമ്മിറ്റിക്കാരല്ല അത് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നിയത്, എൻ്റെ തോന്നലാണ് കേട്ടോ, എനിക്ക് അറിഞ്ഞുകൂടാ. കാരണം എന്താണ്, ആ ദൃഷ്ടാന്തം ഉണ്ടാവുന്ന സമയത്ത് ഇവിടെ കമ്മിറ്റിക്കാരും ഉണ്ടായിരുന്നില്ല. വിളിക്കുന്നാണ് പറഞ്ഞ്, പേര് ഞാൻ പറയണില്ല. അപ്പം നിങ്ങൾക്ക് എന്ത് തോന്നും, ഇനി മഹത്വവൽക്കരിക്കുകയാണോന്ന്? അല്ല, പേര് പറഞ്ഞു വിളിച്ചു, ആളെ വിളിക്കുമെന്ന് പറഞ്ഞു. കാരണം മുന്നിൽ നിൽക്കേണ്ടത് ആളാണെന്ന് ദേവിക്ക് അറിയാം. അതുകൊണ്ടാ മുൾമിന് നിൽക്കുന്നുണ്ട്, വിളിക്കുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞങ്ങൾ ഇവിടെ ചിലരുണ്ടായിരുന്നു ദൃഷ്ടാന്തമായിട്ട്. അവിടെ ഉണ്ടായിരുന്നവർക്ക് ഒരു ഉത്തരവാദിത്തം ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. അവരിതിൽ നിന്ന് മാറിപ്പോവല്ലേ, അവർക്ക് ചെയ്യാനുള്ളൊരു മഹാഭാഗ്യമായിട്ടാണ് ഞാനിത് കാരണം അത്രയും അനുഗ്രഹം ലഭിക്കും. മക്കളില്ലാത്ത ദുഃഖം, ധനധാന്യതകൾ ഇല്ലാത്ത ദുഃഖം, ദാരിദ്ര്യ ദുഃഖം, ഈ ദുഃഖങ്ങളൊക്കെ മാറാൻ നാഗപ്രീതി മതി. അപ്പം അതുകൊണ്ട് ആ ആളുകളെ വെച്ച്, ആ അമ്മമാരെ വെച്ച് പുണ്യകുംഭം എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇവിടുത്തെ അമ്മമാർ തയ്യാറായിട്ടാണ് കേട്ടോ. ഇവിടെ ഉള്ളവരുണ്ട്, പുതിയതായിട്ട് അതിൽ ഇപ്പോൾ ഇല്ലാത്തവർ കുറേ ആൾക്കാരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവരൊക്കെ നിന്നിട്ടാണ് ചെയ്യുന്നത്. എന്താണ് അതിൻ്റെ പദ്ധതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഭഗവതി ഇച്ഛിക്കുന്ന ഒരു സംഖ്യ എന്നുള്ള സങ്കല്പത്തിൽ 1001 രൂപ മുതൽ 2001 രൂപ വരെ വരുന്ന നറുക്കുകൾ, 1001, 1002, 1003, 1004, 1005 അങ്ങനെ 2001 വരെ 1000 നറുക്കുകൾ ആ പുണ്യകുംഭത്തിൽ ഉണ്ടാവും. ആഴ്ചയിലോ 2 ആഴ്ചയോ കൂടുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക്, അതായത് ഏറ്റവും കൂടുതൽ നിങ്ങൾ ആ പുണ്യകുംഭത്തിലേക്ക് നൽകേണ്ടുന്ന തുക 2001 രൂപയാണ്.
ഇനി അതിൻ്റെ താഴത്തേക്ക് വരും 1001 വരെ. അങ്ങനെ അത്രയും ചെയ്തു കഴിഞ്ഞാൽ ഒരു 10 ലക്ഷത്തി ചില്ലാനം രൂപ അതിൽ സ്വരൂപിക്കപ്പെടും. അപ്പോൾ അത് ഇതിൻ്റെ ഭാഗമായിട്ട് നടക്കും. മാത്രമല്ല അതവിടെ പണിയണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? ഈ വഴിയെ അങ്ങോട്ട് മാറ്റണം. കാരണം ആ അളവിനുള്ള സ്ഥലം അവിടെ ഇല്ല. അമ്മയ്ക്കൊരു പിടി മണ്ണ് നൽകുക. ഈ പ്രപഞ്ചത്തിന് ആധാരയായിട്ടുള്ള ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ആ ആർക്കാ? പരമേശ്വരിക്ക് അല്ലേ, പരാശക്തിക്ക് എന്ത് നൽകുക? ഒരു പിടി മണ്ണ് നമ്മൾ നൽകുക. എന്താ അല്ലേ? കണ്ണന്റെ വായല് ഈ പ്രപഞ്ചം കണ്ട പോലെ എന്താ വിഡ്ഢിത്ത സത്യത്തിൽ ചിന്തിച്ച അമ്മയ്ക്ക് എന്തിനാ ഭൂമി? നമുക്ക് അമ്മയെ ഇരുത്താൻ ഭൂമി വേണം. ആ ഭൂമിയാണ്, അല്ലാണ്ട് അമ്മയ്ക്ക് ഭൂമി വേണ്ട. പക്ഷേ ഒരടി മണ്ണിനുള്ള തുക ഓരോരുത്തർ കൊടുത്താൽ അത് എത്ര അടി മണ്ണുണ്ടാവും? ഈ വഴിയൊന്നും അങ്ങോട്ട് മാറ്റിയിട്ട് അതിൻ്റെ അപ്പുറത്ത് ഇനി അന്നദാനത്തിനോ അല്ലെങ്കിൽ ഊട്ടുപുരയ്ക്കോ മറ്റ് സൗകര്യങ്ങൾക്കോ വേണ്ടി ആ സ്ഥലം ഇതിനോട് ചേർന്ന്, ഞാൻ ഉറപ്പ് പറയണു, ഒരു 10-15 കൊല്ലാവുമ്പോഴത്തേനും മഹാക്ഷേത്രങ്ങളിലെ പോലെ ഉത്സവങ്ങൾ ഇവിടെ നടക്കും. ആൾക്കാർക്ക് നിൽക്കാൻ സ്ഥലമില്ലാണ്ടാവും. അതിനു മുന്നേ അതിനുള്ള മുന്നൊരുക്കം എന്നുള്ള നിലയ്ക്ക് ആ ഭൂമി, അതിനോട് ചേർന്ന ഭൂമി കുറച്ച് വാങ്ങിയിട്ട് ആ വഴിയും കൂടി മാറ്റി അവിടെ അത് പണിയാനുള്ള സൗകര്യം കമ്മിറ്റിക്ക് ഉണ്ടാക്കി കൊടുക്കണം. നമ്മളാ ചെയ്യേണ്ടത്. അപ്പം അതിൻ്റെ കൂടെ എല്ലാവരും ഉണ്ടാവണം. ആദ്യമായിട്ട് ഞാനതിന് ദൃഷ്ടാന്തമാണ്. ഞാൻ ഈ യജ്ഞത്തിൻ്റെ ആചാര്യന്മാരിൽ ഒരാളാണ്. നിങ്ങളുടെയൊക്കെ അറിയാലോ, മകനെ പോലെയാണ് എനിക്ക് എന്നോടുള്ള വാത്സല്യം എന്ന് എനിക്കറിയാം. അങ്ങനെയാണ് ഞാനതിലേക്ക് ആദ്യമായിട്ട് പറയുക. 10,001 രൂപ ആ പുണ്യകുംഭത്തിലേക്ക്, അത്രയും തുകയുടെ നറുക്ക് ഞാനിപ്പോൾ സമർപ്പിക്കുന്നു. ആ സംഖ്യ അത് ഇവിടുന്ന് ഇറങ്ങണേക്കാൾ മുന്നേ അതിലൊരാളുടെ കയ്യിൽ ഏൽപ്പിക്കും. അതിന് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ വേണം. ഇനി അതുകൊണ്ട് നിർത്താനല്ല കേട്ടോ, ഒരു തുടക്കം. അത് എനിക്കൊരു ആഗ്രഹമാണ്. പലതും അറിവിയനാത്തതിനാലാണമ്മേ നീ ക്ഷമ ചെയ്യണമേ, തായേ നീ ക്ഷമ ചെയ്യണമേ. സുഭദേ കരകേടാൻ കനിവുണ്ടാകണമേ, ഭഗവതി കനിവുണ്ടാകണമേ. അന്തകനരികെ വരുമ്പോൾ നിന്നുടെ അന്ത്യമെടുക്കുമ്പോൾ അന്തികമെത്തിയെടുത്തങ്കത്തിൽ എന്നെ ഇരുത്തണമേ, അമ്മേ എന്നെ ഇരുത്തണമേ. ചോറ്റാനിക്കരവാഴും ദേവി ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. കാളി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. കിടങ്ങൂരമ്മേ മൂകാംബികയെ ശരണം മേ തവ ചരണയുഗം. കിടങ്ങൂരമ്മേ ജഗദംബികയെ ശരണം മേ തവ ചരണയുഗം. ശരണം മേ തവ ചരണയുഗം. ജഗദംബികായേതി സമർപ്പയാമി. പരിപാലയ ശരണം. ഉടയാടകൾ പദനൂ